നമസ്കാരം. ജയശ്രീസ് ക്രിയേറ്റീവ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ ടെക്നിക്കുകൾ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വ്ളോഗിംഗ് ആണ് ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പണർ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്ത എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഗേറ്റിൻ്റെ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് വിഘ്നേഷ് വിനയ്. ഹായ്, എൻ്റെ പേര് വിഘ്നേഷ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ ഞാനൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പണർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റിബ് എന്നുള്ള കമ്പനിയിലെ പ്രിൻസ് 24V എന്ന സ്വിംഗ് ഗേറ്റ് ഓപ്പണറിൻ്റെ മോഡലാണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. നമുക്കിതിൻ്റെ പ്രവർത്തനം പരിചയപ്പെടാം. ഇതിൽ ഓരോ ഗേറ്റിനും ഇൻഡിവിജ്വൽ മോട്ടറാണ് വരുന്നത്. ഈ മോട്ടറിനെ നമ്മൾ ലീഫ് എന്നും പറയും. ഇതിൽ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുമ്പോൾ ഇതിലൊരു മോട്ടർ ഇവിടെ ഉണ്ടാവും, മോട്ടറും ബുഷും ഉണ്ടാവും. മോട്ടറിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരു സ്ക്രൂ റോഡാണ് വരുന്നത്. സ്ക്രൂ റോഡിൽ തന്നെ ഒരു മെക്കാനിക്കൽ ലോക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്രൂ ഗേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ലോക്കും കൂടെ നിങ്ങൾക്കിവിടെ താഴെ കാണാം. ഈ ലോക്ക് ഗേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ലീഫിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ റോഡിൻ്റെ ട്രാവൽ, ഈ സ്ക്രൂ റോഡിൻ്റെ ട്രാവൽ വരുന്നത് 343 mm ട്രാവൽ വരുന്നുണ്ട്. കംപ്ലീറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെയും ട്രാവൽ വരുന്നുണ്ട്. ഗേറ്റിൽ തന്നെ നമുക്കൊരു അഡീഷണൽ ഫീച്ചറായിട്ട് വരുന്നത് ഒരു ലോക്ക് വരുന്നുണ്ട്. മാനുവൽ ലോക്കാണ്. ഇൻ കേസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഫെയിലിയർ വരികയാണെങ്കിലോ മാനുവലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കീ വെച്ചിട്ട് തന്നെ നമുക്കിത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് റിലീസ് ആവുന്നതാണ്. അതാണ് മോട്ടർ രണ്ടും മാനുവലായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. ആ റിലീസ് ചെയ്യേണ്ട ലോക്ക് റിലീസ് ചെയ്യാൻ ചെയ്യുന്ന കീ ആണത്. ഈ കീ റിബിൻ്റെ കൂടെ തന്നെ അവർ തരുന്നതാണ്. രണ്ട് മോട്ടറിനും ഓരോ കീ വെച്ചിട്ട് നമുക്ക് ഇതിന് റിലീസ് ചെയ്യാം. ഈ സ്പ്രിംഗ് ലോഡഡ് വെതർ പ്രൂഫ് കവർ ബാക്കിലോട്ട് തള്ളിയ ശേഷം ഈ കീ സ്ലോട്ടിലിട്ട ശേഷം അൺലോക്ക് പൊസിഷനിലോട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ലോക്ക് തിരിച്ച ശേഷം ലോക്ക് മോട്ടറുമായിട്ട് ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ വർക്കാവില്ല. മാനുവലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ലീഫ് ഇരിക്കുന്നത് ഒരു ആമിലാണ്. റിബിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആം നമുക്ക് മൗണ്ടിങ് കിട്ടും. ഞങ്ങൾ ഇതിനെ ആൾട്ടർ ചെയ്തിട്ട് ലേത്തിൽ ഞങ്ങൾ ചെയ്തെടുത്തൊരു ആമാണ്.
ഈ ആമിൽ നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് 2 ഹോൾസ് നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഹോൾസും അഡീഷണൽ ഓപ്പണിംഗ് ആണ്. കൂടുതൽ ഓപ്പണിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹോളിലിടാം. കുറവ് ഓപ്പണിംഗ് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു ഹോളിൽ നമുക്ക് ഈ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ബോക്സിൻ്റെ ലീഫിൻ്റെ താഴെ വരെ നമുക്കൊരു ജംഗ്ഷൻ ബോക്സാണ്. ഈ ജംഗ്ഷൻ ബോക്സിലാണ് പവർ സപ്ലൈയുടെയും 2 മോട്ടറിൻ്റെയും സപ്ലൈ ഈ ജംഗ്ഷൻ ബോക്സിലാണ് വരിക. ഈ ജംഗ്ഷൻ ബോക്സിനാണ് നമുക്ക് നേരെ നമ്മുടെ കൺട്രോൾ യൂണിറ്റായ പവർ PCB ബോർഡിലോട്ട് പോണത്. ഈ ജംഗ്ഷൻ ബോക്സിൽ തന്നെ നമുക്ക് പുറത്ത് കൊടുത്ത ഫോട്ടോ സെല്ലിൻ്റെ സെൻസേഴ്സും നമുക്ക് ഈ ഒരു ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് കണക്ഷൻസ് ബോർഡിലോട്ട് പോണത്. ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിക്കാം. ബോർഡിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ലൈറ്റ് ഇൻഡിക്കേഷൻ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വർക്കിംഗ് ടൈമിൽ കാണാൻ പറ്റും. ഓപ്പണിങ് ചെയ്യുന്ന സമയത്തും ബ്ലിങ്ക് ചെയ്യും, ക്ലോസിങ് ടൈമിലും ബ്ലിങ്ക് ചെയ്യും. ലൈറ്റിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ആൻറ്റിന കാണാം. 25 മീറ്ററാണ് ആ ഒരു ആൻറ്റിനയുടെ ഡിസ്റ്റൻസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുക. റിമോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് റിമോട്ട് 25 മീറ്റേഴ്സിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഗേറ്റിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അഡീഷണൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. റിബ് പ്രിൻസിൻ്റെ ഈ മോട്ടറിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലോക്ക് കിട്ടും. ആ ലോക്കിന് പകരമായിട്ട് നമ്മളൊരു അഡീഷണൽ ലോക്ക് ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു ഇലക്ട്രിക് ഗേറ്റ് ലോക്കാണിത്. ഈ ഇലക്ട്രിക് ഗേറ്റ് ലോക്ക് നമ്മൾ കംപ്ലീറ്റായി സീൽ ചെയ്ത് വെതർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. റസ്റ്റിംഗ് ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രിക് ലോക്കാണ്. നമ്മുടെ ബോർഡിന് വരുന്ന സപ്ലൈ ആണ് ഇതിലോട്ട് പോവുക. ഇതൊരു സോളിനോയിഡാണ്. നമ്മൾ ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് റിമോട്ട് അമർത്തി കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് വഴി ഈ ലോക്ക് റിലീസ് ആവുകയും ഗേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പണിംഗ് ഉള്ള സ്റ്റേജിലോട്ട് വരികയും ചെയ്യും. വയറിങ് കംപ്ലീറ്റ് നമ്മൾ ഇതിലൂടെ സീൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ റിമോട്ട്. ഈ റിമോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്നത്. ഈ ഗേറ്റിൽ നമുക്ക് 2 സ്വിച്ചസ് കാണാം. ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ആദ്യത്തെ സ്വിച്ച് ഓപ്പണിങ്ങും രണ്ടാമത്തെ സ്വിച്ച് ക്ലോസിങ്ങിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗേറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എമർജൻസി സ്റ്റോപ്പിന് വേണ്ടിയിട്ടും നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നതാണ്. ഈ റിബിൻ്റെ ഈ ഗേറ്റിൻ്റെ ഈ കിറ്റിൻ്റെ കൂടെ നമുക്ക് 6 റിമോട്ടും 2 AA ബാറ്ററീസുമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചിരുന്ന അതേ മോട്ടറും അതേ ജംഗ്ഷൻ ബോക്സും അതേ വയറിങ്ങും ആണ് നമ്മൾ ഇതേ സൈഡിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ വയറിങ് കംപ്ലീറ്റ് നമ്മൾ ഫ്ലോറിൽ സീൽ ചെയ്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നേരെ മെയിൻ ബോക്സിലോട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ കൺട്രോൾ യൂണിറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ബോക്സ് 4 സ്ക്രൂസിലായിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു വെതർ പ്രൂഫ് ബോക്സാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ കൺട്രോൾ ബോർഡ്. നമ്മുടെ ഗേറ്റിൻ്റെ മോട്ടേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ബോർഡാണിത്. ഈ ബോർഡിൽ നമ്മൾ 2 കപ്പാസിറ്റേഴ്സ്, 2 ഗേറ്റിൻ്റെ മോട്ടറിനും വരുന്ന 2 കപ്പാസിറ്റേഴ്സ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിലേ സ്വിച്ചാണ്. ഈ റിലേ സ്വിച്ചിലാണ് നമ്മുടെ ഗേറ്റിൻ്റെ ടൈമിങ് അതേപോലെ ഗേറ്റിൻ്റെ മോട്ടറിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ വരുന്നത്. ഇതൊരു ആൻറ്റിനയാണ്. നമ്മൾ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ആ റിമോട്ടിൻ്റെ സിഗ്നൽസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. ഈ ആൻറ്റിന റിബിൻ്റെ തന്നെയാണ്. ഇതിൽ 2 റെഗുലേറ്റേഴ്സ് നമുക്ക് കാണാം. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ 2 റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രോഗ്രാം സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം സ്വിച്ചസിൽ ഓരോ ഡിപ്പ് സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ ടൈമിങ്, ഓപ്പണിംഗ് ക്ലോസിങ്, അതേപോലെ ഗേറ്റ് എത്ര ദൂരം വരെ ഓപ്പൺ ചെയ്യണം ക്ലോസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ ഡിപ്പ് സ്വിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു പ്രോഗ്രാം സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് എല്ലാം നമ്മുടെ ഗേറ്റിൻ്റെ ലോക്കിൻ്റെയും നമ്മുടെ മുകളിൽ വെച്ച ലൈറ്റിൻ്റെയും ആൻറ്റിനയുടെയും അതേപോലെ 2 മോട്ടറിക്കും പോകേണ്ട പവർ സപ്ലൈ 2 മോട്ടറിക്കും പോകേണ്ട പവർ സപ്ലൈ 220 to 240 വോട്ടിൻ്റെ പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോളിങ് മൊത്തം ഈ ബോർഡിനാണ് പോകുന്നത്. അതിൻ്റെ കണക്ഷൻസും മറ്റു കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്.
ഈ ഓറഞ്ച് വയറാണ് നമ്മുടെ ഫോട്ടോ സെല്ലിലേക്കും അതേപോലെ ലൈറ്റ് ആൻറ്റിനിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ്. ഇതിൽ വരുന്ന ഓരോ വയറിങ്ങും നമ്മൾ അഡീഷണലായിട്ട് ചെയ്തതാണ്. അതിൽ ഫോട്ടോ സെല്ലിൻ്റെ വയറിംഗ് ആയാലും അതേപോലെ പെഡസ്ട്രിയൻ ഓപ്പണിങ്ങിൻ്റെ വയറിംഗ് ആയാലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് ബോക്സ് കാണാം. ഈ വൈറ്റ് ബോക്സാണ് നമ്മുടെ പെഡസ്ട്രിയൻ ഓപ്പണിങ്ങിൻ്റെ ബോക്സ്. ഈ പെഡസ്ട്രിയൻ ഓപ്പണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ്, സിംഗിൾ ഗേറ്റ് മാത്രം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള ആ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സും അതിൻ്റെ പവർ സപ്ലൈയും നമ്മൾ ഓൺലൈനിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ബൈക്ക് വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഗേറ്റ് മാത്രം ഓപ്പൺ ചെയ്യാൻ ആയിട്ട് ആവശ്യമുള്ളതിനാൽ നമ്മൾ ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. റിമോട്ടും ട്രാൻസ്മിറ്ററും ഇതിൻ്റെ കൂടെ വരും. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ് ഈ ട്രാൻസ്മിറ്ററിൽ വന്നിട്ടാണ് നമ്മുടെ സിംഗിൾ ഗേറ്റ് മാത്രം ഓപ്പൺ ചെയ്യുന്നത്. ഇതതിൻ്റെ പവർ സപ്ലൈ ആണ്. 12 വോൾട്ടിൻ്റെ PCB ബോർഡാണ് അതിൽ ട്രാൻസ്മിറ്ററായിട്ട് വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ ഈ ബോർഡിലോട്ട് കൊടുത്തിരിക്കുന്നത്. റിമോട്ടിലെ കീയിൽ ബാറ്ററി ഡൗൺ ആവുകയോ റിമോട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിബിൻ്റെ കിറ്റിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ കീ തന്നിട്ടുണ്ട്. ഈ മാനുവൽ കീ വെച്ചിട്ട് നമുക്ക് ഗേറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യാം. ഈ ബോർഡിലുള്ള സ്ലോട്ടിലാണ് നമ്മൾ ഈ കീ ഇട്ട് കൊടുത്തിട്ട് 1 ടൈം ടേൺ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഗേറ്റ് നമ്മൾ 20 സെക്കൻഡ്സിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ക്ലോസിങ്. ഈ ഗേറ്റിൻ്റെ ഫ്ലോറിൻ്റെ താഴെ നമ്മളൊരു സ്റ്റോപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഗേറ്റ് അലൈനായി ലോക്ക് അലൈൻ ചെയ്ത രീതിയിൽ ക്ലോസായി നിൽക്കും. ഇതിൽ ഓരോ ഗേറ്റുമാണ് ഫസ്റ്റ് അടിയുക. മോട്ടർ 1 ആണ് ഫസ്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെയാണ് മോട്ടർ 2ൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്ത് ആ ഗേറ്റ് ക്ലോസ് ആവുക. ഇതൊരു ഗേറ്റ് ലോക്കാണ്, ഇലക്ട്രിക് ലോക്കാണ്. ഗേറ്റ് അലൈനായി ക്ലോസ് ആയ ശേഷം ഗേറ്റിനെ ഹോൾഡ് ചെയ്ത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും ഗേറ്റ് തള്ളുകയോ തുറക്കാനോ നോക്കുകയാണെങ്കിൽ ലോക്കായി കിടക്കുകയാണ് ചെയ്യുക. ഇത് പെഡസ്ട്രിയൻ ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ റിമോട്ടാണിത്. നമ്മൾ ബൈക്ക് വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നടന്ന് കയറാനോ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ ഗേറ്റ് മാത്രം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനാണ് നമ്മൾ പെഡസ്ട്രിയൻ ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് സിംഗിൾ ഗേറ്റ് മാത്രം ഓപ്പൺ ചെയ്യാവുന്നതാണ്. ക്ലോസിങ്ങും ടൈമിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ക്ലോസ് ആവാൻ നമ്മൾ മിനിമം 10 സെക്കൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ്സിനുള്ളിൽ അത് ക്ലോസ് ആവും ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം ഗേറ്റ് ക്ലോസിങ് വരുന്നുണ്ട്. ബൈക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആരെങ്കിലും പാസ് ചെയ്ത ശേഷം ഗേറ്റ് ഓട്ടോമാറ്റിക്കായി ആ ടൈമിനുള്ളിൽ ക്ലോസ് ആവുന്നതാണ്. നമ്മൾ ഈ ഗേറ്റിലൊരു ഫോട്ടോ സെൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു എമർജൻസി സിറ്റുവേഷനിൽ വാഹനങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേറെ വാഹനങ്ങൾ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആ സെൻസറിൻ്റെ ഫ്രണ്ട് കൂടെ പാസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പായി റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ സെൽ സെൻസേഴ്സ് വെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ സെല്ലിൽ നമ്മളൊരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു IR ലൈറ്റാണ് അത് കൂടെ പാസ് ചെയ്യുന്നത്. ആ ലൈനിൻ്റെ ഉള്ളിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും പാസ് ചെയ്യുകയോ വാഹനങ്ങൾ പാസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവുന്നതാണ്. ഇവിടെ നമ്മളൊരു കോഷൻ ബോർഡും കൂടെ വെച്ചിട്ടുണ്ട്. പരിചയമില്ലാത്തവരോ ആരെങ്കിലും ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മോട്ടറിനും ഗേറ്റിന് ഡാമേജ് വരുത്തും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു കോഷൻ ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോ സെല്ലിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാവുന്നതാണ്. ഗേറ്റ് ക്ലോസിങ് ടൈമിൽ ആരെങ്കിലും ആ വഴി പാസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി റിട്ടേൺ പോകുന്നതാണ്. ഞാനിപ്പോൾ ആ വഴി പാസ് ചെയ്ത ശേഷം ഗേറ്റിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പായി ഓട്ടോമാറ്റിക്കായി ഇത് ബാക്കിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. 5 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് റിട്ടേൺ പോകുന്നതാണ്. ഇതൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഗേറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ടിൻ്റെ സ്വിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഗേറ്റ് എമർജൻസി ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ചെയ്ത ശേഷം ഗേറ്റ് ഓട്ടോമാറ്റിക്കായി അതേ ടൈമിൻ്റെ ഉള്ളിൽ റിട്ടേൺ വരുന്നതാണ്.
ഇതിൻ്റെ കൂടെ നമുക്ക് 6 റിമോട്ടോളം കിട്ടുന്നതിനാൽ പുറമേ പോയി വരുന്നവർക്കോ വീട്ടിലുള്ളവർക്കോ മറ്റാരുടെയും സഹായമില്ലാതെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. മഴക്കാലത്തും വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് വെച്ച് ഗേറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കാർ അകത്ത് കയറിയതിന് ശേഷം ഗേറ്റ് ഓട്ടോമാറ്റിക്കായി റിമോട്ടിൻ്റെ സഹായമില്ലാതെ തന്നെ 20 സെക്കൻഡിനുള്ളിൽ ഗേറ്റ് ക്ലോസ് ആവുന്നതാണ്. ഇത് രാത്രി എടുത്ത വീഡിയോ ആണ്. രാത്രി കാലങ്ങളിൽ നമുക്കൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും നമുക്കിതേപോലുള്ള ലൈറ്റ് ഇൻഡിക്കേഷൻ കിട്ടുന്നതാണ്. രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉപകാരപ്പെടുന്നത്. ഈ റിമോട്ടിൻ്റെ ഡിസ്റ്റൻസ് 25 മീറ്റർ ആയതിനാൽ നമ്മൾ വാഹനത്തിൽ വരുമ്പോൾ തന്നെ റിമോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ പ്രവർത്തനം നമുക്ക് ദൂരെ തന്നെ ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ വഴി അറിയാവുന്നതാണ്. ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പണറെ കുറിച്ച് ഇന്ന് നമുക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന വിഘ്നേഷ് വിനയന് നന്ദി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.